ഹലോ മിസ്, നീ എന്തായി കാണിച്ചത്? ചുമ്മാ കളിക്കുക. ശാലിനിക്ക് ദേഷ്യം വരുമ്പോ നല്ല ചന്തമുണ്ട്, മുഖത്ത് നല്ല രക്തപ്രസാദം. ഇനി ആ കുരങ്ങിലേക്കൊന്നും കഴിച്ച് രക്തം കൂട്ടണ്ട. ആ സിംബോളിക്കായി നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി തന്നപ്പോ എന്നോട് താങ്ക്സ് പറയുന്നതിന് പകരം എന്നെ പിറ്റിച്ചിന്താ ശ്രമിക്കുകയാണല്ലേ? നല്ല ആലോചനയാണെന്ന് തോന്നുന്നു. നിന്റെ അച്ഛനുള്ള കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐക്യരക്കാര് നല്ല തറവാടികളാണെന്ന്. പിന്നെ പയ്യൻ ഡോക്ടർ പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആളല്ലേ? അതെ. ശാലിനിയുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കണ്ടേ? ആലോചന മായയ്ക്ക് വേണ്ടിട്ടാ. മായയ്ക്കോ? നീ എന്തായി പറയണത്? മായേക്കാൾ ഒരു വയസ്സിന് മൂത്തതല്ലേ ശാലിനി? അവിടെ കല്യാണമല്ലേ ആദ്യം നടത്തേണ്ടത്? അതല്ലമ്മേ, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ മായ. അവളുടെ വിവാഹം ആദ്യം നടത്തണമെന്നാണ് എനിക്ക് താല്പര്യം. മായയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ഞാൻ ശാലിനിയുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചു എന്ന് പിന്നീട് മായയ്ക്ക് തോന്നാൻ ഇടവരരുത്. നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെ നിനക്കും. നീ ഏതായാലും ജാതകം നോക്കി നമ്മുടെ ശ്രീധരൻ കണിയാരെ കൊണ്ട് നോക്കിച്ചാൽ മതി. നല്ല ചേലായി. രൂപ മേടിച്ചോണ്ട് ജാതകം ചേർത്ത് കൊടുക്കുന്ന ആളാ അയാള്. അയാള് കള്ളങ്കണിയാരാ. കൃഷ്ണ, വേണ്ടാതിനം പറയരുത്. വലിയ കുഞ്ഞമ്മയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞതാന്നേ. അയാള് കള്ളനാ, മുത്താച്ചി കള്ളൻ. നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അയാള് ജാതകം നോക്കി കല്യാണം ഉറപ്പിച്ചിട്ടുള്ള എത്ര ബന്ധങ്ങളാണ് നശിച്ചിട്ടുള്ളതെന്ന് അറിയാവോ? അതൊക്കെ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്താ നിനക്ക് അനുഭവം ഉണ്ടോ? പിന്നെ ഇല്ലാതെയാ. അയാൾ ഉറപ്പിച്ച കല്യാണമല്ലേ എന്റെ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ കല്യാണി എന്നെയും വിട്ടേച്ച് ആ ആനക്കാരൻ രാമന്റെ കൂടെ അങ്ങോട്ട് പോയി. അത് കണിയാന്റെ കുറ്റമൊന്നും അല്ല. എന്നാ നമുക്ക് കൃഷ്ണന്റെ മനസമാധാനത്തിന് വേണ്ടി വേറൊരു കാര്യം ചെയ്യാം. ഈ ജാതകം മറ്റൊരു കണിയാരെ കൊണ്ട് നോക്കാം. ആരുടെ കല്യാണത്തിനാണ് ജാതകം നോക്കാൻ പോകുന്നത്? കൃഷ്ണേട്ടൻ രണ്ടാമതും കല്യാണം കഴിക്കാൻ പോ? ഇനി ഒരെണ്ണം കൂടി വേണോ? അതൊരു അധിക ചെലവാവൂലേ കുഞ്ഞെ? അവന്റെ ഒരു നാണം. നീ പോയി ആ പശുവിനെ അയച്ചു കേട്ടോ. ഇളയച്ച, ആർക്ക് ഇളയച്ച കല്യാണം? നിനക്ക് തന്നെ നല്ലൊരാലോചന വന്നിട്ട്. എനിക്കോ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ. നമുക്കേ ഇവന്റെ കല്യാണം നടത്തിക്കളയാം. ഇവക്കല്ലേ സീനിയോറിറ്റി. എനിക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതി. കല്യാണം ആലോചിക്കുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതാ ഇപ്പൊ വേണ്ടാന്ന്. ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്തോ? ഇത് അതുപോലെയൊന്നുമല്ല. ഞങ്ങള് പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണം, ഒരേ നാട്ടിൽ, ഒരേ വീട്ടിൽ നിന്നാണെങ്കിൽ വളരെ സന്തോഷം അല്ലേടി? എന്റെ ഗുരുവായൂരപ്പാ, രണ്ടുപേർക്കും കൂടെ ഒരാള് മതിയെന്ന് പറയാഞ്ഞത് തന്നെ വലിയ സുഹൃതം. അത് ശരി. അപ്പോ കൃഷ്ണേട്ടന്റെ ഭാര്യ പിണങ്ങിപ്പോയത് ജാതകപ്പുറത്തില്ലഞ്ഞിട്ടാ? പിന്നല്ലാതെ. അവളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന അന്ന് രാത്രി തുടങ്ങിയതാ ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തല്ലായ്മ. അന്നും ഈ മുടി ഇങ്ങനെ നീട്ടി വളർത്തി കെട്ടിയിരുന്നോ? അവിടെ നിന്നല്ലേ തുടക്കം. ഈ മുടി കണ്ടപ്പോ അവൾക്കൊരിളക്കം, ഇത് വെട്ടിക്കളയണമെന്ന്. വെട്ടില്ല. അയ്യോ, അതെന്താ കൃഷ്ണേട്ടാ? അസൂയ. അവളെക്കാൾ കൂടുതൽ മുടി ഉണ്ടായിരുന്നു എനിക്ക്. അവൾക്ക് അവരവിടെ എലിവാല് പോലെ 2-3 രോമേ ഉണ്ടായുള്ളൂ. അതിന്റെ അസൂയ. അയ്യോ, മുടിയുടെ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ തമ്മിൽ പിണങ്ങിയത്? അത് കഷ്ടമായിപ്പോയി. മഹാമോശായി. ഭർത്താവിന്റെ ശക്തി അപഹരിക്കാന്ന് വെച്ചാലേ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ശക്തിയോ? ശക്തി, ബലം. അതായത് എന്റെ ശക്തി ഇരുട്ടില് അവള് നശിപ്പിക്കാൻ നോക്കി. പിന്നെ അവളെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ചുമ്മാ നീട്ടി വിളക്കാതെ കാര്യം പറ കൃഷ്ണേട്ടാ. നീട്ടി വിളക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. പറ്റില്ലാന്ന്. ഇങ്ങനത്തെ ഒരു സംഭവം അത്. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അവള് കിടക്കണില്ല. എന്താ കിടക്കാത്തേന്ന് ചോദിച്ചപ്പോ അവൾക്ക് ഉറക്കം വരണില്ലെന്ന്. ആയിക്കോട്ടെ, ഞാനാണെങ്കിൽ അന്ന് ചെണ്ടമേളം കഴിഞ്ഞു വന്ന ക്ഷീണം കൊണ്ട് കിടന്ന വാരം അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഒരുറക്കം കഴിഞ്ഞപ്പോണ്ടല്ലോ ഒരു ചെറിയ അനക്കം. എന്റെ തലയില് ഒരു കൈ. വല്ല പ്രേതോ പിശാചോ എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. അപ്പൊ എന്താ കഥ? എന്താ കഥ? എന്താ കഥാന്നോ? എന്റെ ശക്തി മുറിക്കാൻ കത്തിയായിട്ട് കിടക്കപ്പായലങ്ങനെ കുത്തിരിക്കുക അവള്. ഔ, എന്റെ അമ്മേ.
എന്നിട്ട് അവൾക്ക് എന്റെ നീട്ടി വളർത്തിയ മുടി മുറിക്കണം, എന്റെ കാതിലെ കമ്മല് മാറ്റണം, പിന്നെ അവൾക്ക് എന്റെ ചെണ്ടക്കോല് മുറിക്കണം, അങ്ങനെ അവൾക്ക് എന്റെ എല്ലാം മുറിച്ചു കളയണം എന്നും പറഞ്ഞിട്ട് ഭദ്രകാളിയെ പോലെ നിക്കവള്. എന്റെ ശക്തി മുറിക്കാൻ അവള് നോക്കി. ഞാൻ സമ്മതിക്കുവോ? എന്റെ മുടി പോയാ എല്ലാം കഴിഞ്ഞില്ലേ കുട്ടിയോളെ? എത്ര കൊല്ലം കൊണ്ടാ ഞാനത് നീട്ടി വളർത്തിയേക്കണേ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവൾക്കിട്ട് 2 കൊടുത്തു. അവളെനിക്ക് തിരിച്ചു തന്നു. ദേ ഇതിലെ മൂക്കില്. ആരും അറിഞ്ഞില്ല. ഈ വടക്കമ്പാട്ടിലെ ദ്വന്ദ്വയുദ്ധം പോലെ ഒരു ചെറിയ അംഗം അവിടെ അങ്ങനെ നടന്നു കേട്ടോ. ഏതായാലും സ്ത്രീയേക്കാൾ ശക്തി പുരുഷനാണെന്ന് തെളിയിക്കാണ്ട് പറ്റില്ല. അവിടെയാണ് കാര്യം. ആ വാശിക്ക് ഞാൻ ശരിക്കും അങ്ങോട്ട് പെരുമാറി. അവിടെ കിടന്ന് കരഞ്ഞു. നാട്ടുകാർ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെണ്ട എടുത്തിട്ട് പഞ്ചാരി വെള്ളം കൊട്ടി. ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഉണ്ടല്ലോ, കാണാനില്ല. ആരെ അവളെ ഒരു പോക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. ഓ, അങ്ങനെ ആയിരിക്കും കൃഷ്ണേട്ടന്റെ കാലിങ്ങനെ ആയത്. ഏയ്, ഞാൻ ഉത്സവത്തിന് പോയപ്പോ ശങ്കരമംഗലം കൃഷ്ണൻകുട്ടി കയറി ചവിട്ടിയതാ. ആന ചവിട്ടിയതാ. താംസന്റെ മുടി ചതിയിൽ മുറിച്ചു കളഞ്ഞ ഡലീലയെ പോലെ കൃഷ്ണേട്ടന്റെ ശക്തിയായ ഈ മുടി മുറിക്കാൻ നോക്കിയത് അത് ശരിയായില്ല. പിന്നെന്താ കൃഷ്ണേട്ടൻ രണ്ടാമതൊരു കല്യാണം കഴിക്കാഞ്ഞത്? ഏയ്, അത് വേണ്ട. ഇതുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആദ്യത്തെവളെ മുടിയേ മുറിക്കാൻ നോക്കിയുള്ളൂ. ഇനി വരുന്നവള് റിങ് റിങ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞ സാർ ദേഷ്യപ്പെടുവോ? അതിപ്പോ അഭിപ്രായം പറയാന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ, സാറിന് ഈ വേഷത്തിൽ കാണുമ്പോ ഒരു കുട്ടി പട്ടയാണ് ഓർമ്മ വരുന്നത്. ചുമ്മാ ഇരി. എന്താ വാട്ട് ഹാപ്പൻ? ഒന്നുമില്ല. മായും അമ്പലത്തിലൊക്കെ ഒന്ന് തുടങ്ങിയല്ലേ? അല്ല, ഇന്ന് പ്രാക്ടിക്കൽ ടെസ്റ്റ് തുടങ്ങല്ലേ, അപ്പൊ ഒന്ന് തൊഴുത് കളയാന്ന് വെച്ചു. അത് ശരി. ടെസ്റ്റിന്റെ എക്സാമിനേഷനും ഒക്കെ അമ്പലത്തിൽ വരികയുള്ളൂ അല്ലേ? പിന്നെ നല്ലവണ്ണം പഠിക്കാതെ ഭഗവാൻ വിചാരിച്ചാലൊന്നും പാസ്സാകാൻ പോകുന്നില്ല. അല്ല, സാറെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? എന്താ വിശേഷം? ഇന്ന് എന്റെ പിറന്നാളാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. രണ്ടുപേർക്കും കൂടി മായ സംസാരിക്കുന്നുണ്ടാവും ഒരാളൊന്നും മിണ്ടാ നിൽക്കുന്നത്. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ സർ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ അമ്മയാണ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡൻസ് ആണ്. ഇത് മായ. ഇത് ശാലിനി, എന്റെ സിസ്റ്ററാണ്. കുട്ടി ഈ വേഷത്തിലെ അമ്പലത്തിൽ കയറുന്നത് എന്താ? ഇതിട്ടുണ്ട് പോകാൻ പാടില്ലേ? അവൻ നമുക്ക് പോവാം. വരട്ടെ. പോവാം. സാറേ, ബർത്ത്ഡേയുടെ ചെലവുണ്ട്. ഞാൻ കോളേജ് ന്യൂസ് ഫ്ലാഷ് ചെയ്തേക്കാം. നിന്റെ ഒരു നാക്ക്, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. സാറിന്റെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഓ, ഒരു സാറും ശിക്ഷയും ഞാൻ കണ്ടു. ആ വാ. ഇരുന്നോളൂ. ആഹാരം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കേണ്ടെന്നാണല്ലോ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കൂ. സാരമില്ല. ലെക്ചർ സമയത്ത് നോട്ട്സ് ഒന്നും എഴുതാറില്ലല്ലേ? ഓ, ഒരേ സമയത്ത് എഴുതാനും ശ്രദ്ധിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതാ എളുപ്പം. കണ്ടില്ലല്ലോ. ആരെയാ? ശാലിനിയെ കോളേജ് ഡേക്ക് ശേഷം കണ്ടില്ലല്ലോ. എനിക്ക് മായ എന്നെ തെറ്റിദ്ധരിക്കരുത്. വേറെ തോന്നുകയും ചെയ്യരുത്. മായോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് പറയാനാണോ സാർ ഇത്രയും മുഖവരയിട്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇനി ശാലിനി എതിരഭിപ്രായം പറയൂ. സാറിന്റെ കാര്യം കഷ്ടം തന്നെയാ. ശാലിനി എതിരഭിപ്രായം പറയാനോ? ശാലിനിയുടെ അച്ഛന് എന്തെങ്കിലും? അച്ഛന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുന്നേ. ഓ ഓ വാട്ട് എവർ ഇറ്റ് മേ ബി, അമ്മയ്ക്ക് ശാലിനെ ഇഷ്ടപ്പെട്ടു.
എന്റെ ശാലിനി ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? ഇവന് കോളേജിലെ പണിയൊന്നും ഒരാവശ്യമില്ല. എസ്റ്റേറ്റിന്റെയും കമ്പനിയുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയാ മതി. ഇവന്റെ അച്ഛനുള്ള കാലം തൊട്ടേ പറയുന്നതാ, കേക്കണ്ടേ? കാപ്പി കുടിച്ചില്ല. കാപ്പ് കുടിക്കായിരുന്നല്ലോ. എന്താ, എന്തു പറ്റി? എനിക്ക് മധുരം പാടില്ല. അതെയോ? വേറെ എടുക്കാം. വേണമെന്നില്ല, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പോ ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിലാവാം. അതിന് അവര് ദിവസവും കോളേജിൽ വെച്ച് കാണുന്നവരല്ലേ. പഴയ കാലമൊന്നും അല്ല ബാലേന്ദ്ര പണിക്കരെ. എന്താടോ, തനിക്ക് വല്ലതും സംസാരിക്കണമെങ്കിൽ സംസാരിക്കേ. അതിപ്പോ സംസാരിക്കണം എന്നാവുമല്ലേ? ചെല്ലേ. ജയദേവ, എങ്ങനെയാ തുടങ്ങുക? എന്താ പേര്? ശാലിനി. നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, MSc-ക്ക്. ഓ, വെരി ഗുഡ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നീ എന്താ ചോദിക്കുക? മുമ്പ് പെണ്ണ് കാണാൻ പോയി പരിചയമില്ലല്ലോ. ശരി ശാലിനി, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. എനിക്ക് ജയേട്ടനെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കാനാവില്ല. എന്താ ഇത്? ഒന്ന് ചുമച്ചതാ. ഇങ്ങനെയാണ് ചുമക്കണത്? ഞാൻ കരുതി ഛർദിച്ചതായിരിക്കുന്നു. അഭിമുഖ സംഭാഷണമായിരിക്കും. എന്താ നിർത്തിക്കളഞ്ഞ? ഞാൻ വന്നോണ്ടാണോ? ഞാൻ മാറിത്തരണോ? സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. സാറിന് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോ, അപ്പൊ രക്ഷയില്ല. എന്താ? അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ നിന്ന് ബ്രദേഴ്സിനെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാമെന്ന്. അതിപ്പോ എനിക്ക് പ്രദേശമില്ലാത്ത എന്റെ കുറ്റമാണെന്ന് പറയാണോ? അല്ല അല്ല, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഞാൻ പോയിട്ട് വരട്ടെ. എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? വണ്ടിയിലേക്ക് കയറ്.